യേശുവിലേറ്റവും സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം അവനവൻ തന്നെയാണ്. തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം പറയുന്നു, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം അവനവൻ തന്നെയാണ്. ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വചനം ഇപ്രകാരം 2-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം പറയുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു. ദൈവം നമ്മെ നന്നായിട്ട് സൃഷ്ടിച്ചു, പക്ഷേ നമ്മൾ കാട്ടുമുന്തിരിയായി തീർന്നു. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളിലും ജഡമോഹങ്ങളിലും ദുരാശകളിലും അകപ്പെട്ട് പിശാചിൻ്റെ ഇഷ്ടങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകിക്കൊണ്ട് ജീവിക്കുന്നതിലൂടെ മനുഷ്യൻ ദൈവത്തിൻ്റെ അനന്തമായ കൃപ അവന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ തിരുവചനം 13 മുതൽ വാക്യങ്ങൾ പറയുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ദൈവത്തെ മറന്ന് ഈ ലോകത്തിലൂടെ ലോകത്തിൻ്റെ ആസക്തികളിൽ അകപ്പെട്ടു പോകുന്നതിലൂടെ അവൻ ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ മറന്നു പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഇന്നത്തെ കഷ്ടപ്പാടും ദുരിതങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിത ഫലമാണ്. നമുക്ക് തിരിച്ചു വരാം, ദൈവത്തിങ്കിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്നിലൂടെ തന്നെ കടന്നു വന്ന തിന്മകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാശത്തിനും തകർച്ചയ്ക്കും കാരണം. അത് തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് കടന്നു വരാൻ വേണ്ട കൃപ എനിക്ക് നൽകണമേ. ആമേൻ.